ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം പ്രത്യേകം നിങ്ങൾക്ക് അറിയോ? ഹാപ്പി വാലന്റൈൻസ് ഡേ ഏട്ടായോട് പറയണം. 8 5 star do nothing. ഞാൻ അവളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമൊക്കെയാ പറഞ്ഞു. ഒരു 500 രൂപ ഏട്ടായിക്ക് ഗിഫ്റ്റ് മേടിച്ചെടുക്കാനാ. എന്റെ കൂട്ടുകാരെല്ലാം ദരിദ്രവാസികളാണെന്ന് ഞാൻ പിന്നീട് ഓർത്തെ. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ പരിപാടി ഉണ്ട് കേട്ടോ, അതിന്റെ പ്രിപ്പറേഷൻ നടക്കുവാണ്. എന്റെ ഫ്രണ്ട് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സ്റ്റോറി ഇടാണ് കേട്ടോ, ഞങ്ങൾക്ക് പിന്നെ എന്താന്ന് കാണിച്ചു തരാം. അങ്ങനെ ഫ്രണ്ടിന്റെ ബാഗ് വിട്ടു. നല്ല ഭാഗ്യമുള്ള കുട്ടിയെ ഇതും വെച്ച് തൃശ്ശൂർ വരെ അവള് പോകണം. നിങ്ങളെ സ്റ്റോറി കാണിച്ചില്ലല്ലോ, ഇതേ കപ്പിൾസിന് വേണ്ടിയുള്ള സ്റ്റോറിയാണ് കേട്ടോ അവൾ ഇട്ടത്. ഇനി ഞാൻ എന്റെ വാലന്റൈൻസ് ഡേ കാണിക്കാവേ. പരിപാടി നമ്മൾ വാടി കയറി പണിയെടുക്കാൻ പോവാണ്. എന്തേ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചല്ലേ? നോക്കിയിരിക്കത്തേ ഉള്ളൂ. പിന്നെ എങ്ങനെ മുങ്ങാന്ന് നോക്കിയിരിക്കുന്നത്. ഞങ്ങൾ ആ പരിപാടിയുടെ പേരും പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റൽ പരിപാടി പിഷു ആണ് കേട്ടോ വന്നത്. പിഷാരടി നമ്മുടെ പിഷു മാമനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു വിട്ടു. ദൈവം സഹായിച്ച അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞുകൊണ്ട് റൂമിനകത്ത് കേക്ക് കാണിച്ചു കൊടുത്ത ഉള്ള വയറ് നിറച്ച്. ആരും പേടിക്കണ്ട, ഒരു ഷുഗർ നോക്കിയ ഷോയാണ് നിങ്ങൾ എന്റെ കൈ കാണുന്നത്. ഇതുവഴി വരുന്ന ആദ്യത്തെ ചെറുക്കനെ നിയാജോശി പ്രപ്പോസ് ചെയ്യുന്നു. ആ ജീവൻ കൊണ്ട് പോകുന്ന ഇനി എങ്ങോട്ടാണ് നിങ്ങൾ കാണണം. നമുക്ക് നിയാജോഷിയെ കണ്ടിട്ട് വരും. എപ്പോഴും മറിഞ്ഞടിച്ച് വീണ് ധീര വനിത കിടക്കുന്ന കടപ്പ് കണ്ടില്ലേ? എങ്ങനെ പോയ കുട്ടിയായിരുന്നു. എനിക്ക് പിന്നെ ചിരിക്കാനും വീഡിയോ എടുക്കാനും കണ്ടന്റ് ആക്കാനും മാത്രമല്ലേ അറിയൂ. പാവം ഞാൻ. ഇതവൾക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനത്തെ സ്പെഷ്യലൊക്കെ കിട്ടിയോ? അങ്ങനെ പോക്ക് ഒരു കൊച്ചിറക്കം പൂ കൊണ്ട് കൊടുത്ത വാലന്റൈൻസ് ഡേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ പൂ കിട്ടുന്നത് അതിന്റെ സന്തോഷമൊക്കെ കാണുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ.